ഹായോൾ, അപ്പം നമ്മള് കഴിഞ്ഞ ദിവസം MSW ഫീൽഡ്സ് ഓഫ് കൗൺസിലിംഗ് എന്നുള്ള സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കണ്ടായിരുന്നു. എന്താണ് അതിന്റെ ഒരു ബ്ലോക്സ്, എത്ര ബ്ലോക്സ് ഉണ്ട്, കണ്ടന്റ് എന്താണ്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും ഒരു ഓവറോൾ ഐഡിയ കാണും, എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിലോട്ട് നമുക്ക് കടക്കാം. ഇതിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ യൂണിറ്റിന്റെ പേര് ഫാമിലി ആൻഡ് കപ്പിൾ കൗൺസിലിംഗ്. സോ ഇത് തന്നെയാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, ഫാമിലി കൗൺസിലിംഗും കപ്പിൾ കൗൺസിലിംഗും. അപ്പം നമുക്ക് ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ ലേണിംഗ് ഔട്ട്കംസ് നോക്കാം. ഈ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം ജസ്റ്റ് ഇപ്പൊ ഈ ടേംസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് വായിക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എന്താണെങ്കിലും ഈ യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോഴേ ഈ ക്വസ്റ്റ്യൻസിന് നമുക്കൊരു ധാരണ കിട്ടുള്ളൂ ഇതിനെങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളത്. സോ ഇതൊക്കെയാണ് ഇതിന്റെ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ഗോൾസ് ഓഫ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ്. എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ആൻഡ് ഗോൾസ് ഓഫ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ്. അപ്പം അടുത്ത സെഷൻ എന്ന് പറയുന്നത് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്താണെന്നൊക്കെയാണ്. അപ്പം അതിന്റെ ഗോൾസ് എന്താണ്, നീഡ്സ് എന്താണെന്നുള്ളത്. പിന്നെ ഡിസ്ക്രൈബ് ദ 5 അപ്രോച്ചസ് ആൻഡ് 5 സ്റ്റേജസ് ഓഫ് കപ്പിൾ കൗൺസിലിംഗ്. കപ്പിൾ കൗൺസിലിംഗിന്റെ 5 സ്റ്റേജസ്, അപ്രോച്ചസ് ഒക്കെ നമുക്ക് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ അനലൈസ് ദ ഫാമിലി ആസ് എ സിസ്റ്റം ആൻഡ് ഐഡന്റിഫൈ കോസസ് ഓഫ് ഡിസാർമണി. ഫാമിലിനെ ഒരു സിസ്റ്റം എന്നുള്ള നിലയിൽ അനലൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻമെഷ്മെന്റ് ആൻഡ് ട്രയാങ്കുലേഷൻ. അത് ഫാമിലി തെറാപ്പിയുടെ 2 മെത്തേഡ്സ് ആണ്. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കുക. പിന്നെ അപ്ലൈ ദ ഗ്യാദർ അപ്രോച്ച് ഇൻ ഫാമിലി പ്ലാനിങ് കോണ്ടെക്സ്റ്റ്. അതും ഒരു മെത്തേഡാണ്. അപ്പൊ ഗ്യാദർ അപ്രോച്ച് എന്തൊക്കെയാണ്, ഇപ്പൊ ജസ്റ്റ് ഈ ടേംസ് എന്തൊക്കെയാണെന്നൊന്ന് ഓർത്ത് വെക്കുക. പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, കപ്പിൾ കൗൺസിലിംഗ്, ഇതൊക്കെയായിരുന്നു ജസ്റ്റ് ഒന്ന് പരിചയിച്ചിരിക്കുക. നമുക്ക് ബാക്കി അടുത്ത സെഷനിൽ നോക്കാം. എൻമെഷ്മെന്റ്, ട്രയാങ്കുലേഷൻ, ഗ്യാദർ അപ്രോച്ച്. നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ, നമുക്ക് ഒരു പരിചയമില്ലാത്ത വേർഡ്സ് ഒക്കെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെസ് കൊടുത്ത് പഠിക്കണം. അതായത് എൻമെഷ്മെന്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതെന്താണ്, ട്രയാങ്കുലേഷൻ, അതൊക്കെ നമുക്ക് ഇപ്പൊ ജസ്റ്റ് ഒരു കീവേഡ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് സെഷൻ വരുമ്പം ഞാൻ പറയാം. ലെക്ചർ റോഡ് മാപ്പ്, അതായത് എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നതെന്നുള്ളത്. ഒബ്ജക്റ്റീവ്സ് ഇൻട്രോ ഉണ്ട്, പിന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, കപ്പിൾ കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, ഫാമിലി പ്ലാനിംഗ്. ഇതാണ് ജസ്റ്റ് ഒരു മാപ്പ് എന്ന് പറയുന്ന പോലെ. ഈ യൂണിറ്റിന്റെ ഒരു മാപ്പാണിത്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. സോ ഒരു ഇൻട്രോ ഞാൻ തരാം, എന്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് എന്നുള്ള നിലയിൽ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്. അതായത് പണ്ട് കാലത്ത് കണ്ട പോലെയല്ല നമ്മുടെ സൊസൈറ്റി. എല്ലാ കാര്യങ്ങളും ഒത്തിരി മാറി. ഫാമിലി, ട്രഡീഷൻസ്, കസ്റ്റംസ്, നമ്മുടെ വിശ്വാസങ്ങൾ മാറി. ഓരോ കാര്യങ്ങളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി. നമുക്ക് എന്താണ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ മാറി. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫാമിലിയിൽ മുതിർന്ന ആളായിരിക്കും വീട്ടിലുള്ള എല്ലാവരുടെയും ഡിസിഷൻസ് ഒക്കെ എന്താണ് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഡിസിഷൻസ് ചൂസ് ചെയ്യാനുള്ള ഒരു സാവകാശം അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള ഒരു അവകാശം നമുക്ക് കിട്ടി. പക്ഷെ പണ്ട് ഇങ്ങനെയൊന്നുമില്ലായിരുന്നു. സൊസൈറ്റി ഒത്തിരി മാറി. അതാണ് ഇവിടെ പറയുന്നത് ടുഡേസ് എൻവയോൺമെന്റ് ഈസ് ഹൈലി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര കോംപ്ലക്സ് ആണ് ഇന്നത്തെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഒട്ടും സിമ്പിൾ അല്ല. എല്ലാവർക്കും അവനവന്റേതായ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റഡ് ആയി. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈവൻ നമ്മൾ പണ്ട് ചിന്തിച്ചിരുന്ന പോലെ അല്ല ഇപ്പം ചിന്തിക്കുന്നു. നമുക്ക് തന്നെ അറിയാം, സ്ത്രീകൾക്കാണെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതെന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഒട്ടും അങ്ങനെയൊക്കെ സ്ത്രീകളെ ഒന്നും ജോലിക്ക് വിടില്ല, അങ്ങനെയൊക്കെ എല്ലാവരും വീട്ടു ജോലി നോക്കിയിരിക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിരുന്നു പണ്ടത്തെ സൊസൈറ്റിയിൽ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറച്ചുകൂടെ ഫ്രീ ആണ്. എല്ലാവർക്കും അവനവൻ്റെതായ ഡിസിഷൻസ് എടുക്കാം, അങ്ങനെയൊക്കെ. സോ മാരേജ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ഇൻ ഇൻഡിവിജ്വൽസ് ലൈഫ്. നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാരേജ് എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെ എന്താണ് ചോയ്സ് അനുസരിച്ച് മാറിയിരിക്കുമെങ്കിൽ പോലും പൊതുവെ പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാരേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ മുന്നോട്ടുള്ള ലൈഫിലെ നമ്മുടെ എന്താണ് പല ഡിസിഷൻസും ഒക്കെ നമ്മുടെ മാരേജിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. സോ മാരേജ് എന്ന് പറയുന്നത് എന്താ, 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം മാത്രമല്ല, അതുവഴിയാണ് കുടുംബം ഉണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള നമ്മൾ പറയാം എന്താണ്, നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്ന കുടുംബമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ദ വെരി ഫസ്റ്റ് സെൽ ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ, ദ ഫാമിലി യൂണിറ്റ്. ഇങ്ങനെ ഇപ്പം ഫാമിലി, ഈ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമ്മളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എക്സാമിനൊക്കെ ഉപകാരപ്പെടും. ദ വെരി ഫസ്റ്റ് സെൽ ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ ആണ് ഫാമിലി. അപ്പൊ ഫാമിലി ഉണ്ടാകണമെങ്കിൽ തന്നെ 2, അതായത് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ, അവരൊരു ഫാമിലി ആയി, അതിൽ നിന്ന് റീപ്രൊഡക്ഷൻ, അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഫാമിലി ഉണ്ടാകുന്നത്. സോ നമുക്ക് തന്നെ ഇപ്പം അറിയാം ഒരു വ്യക്തിയുടെ സ്വഭാവം അതൊക്കെ ആണെങ്കിൽ എന്താ, നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണോ പെരുമാറുന്നത്, അവിടെ നിന്നാണ് നമുക്ക് ഷെയറിങ്, കെയറിങ്, നീഡിങ്, ഗീവിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, നമ്മുടെ പേഴ്സണാലിറ്റി വളരുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അതാണ് നമ്മൾ സമൂഹത്തിൽ ചെന്നിട്ട് ഇപ്പം നമുക്കറിയാം, ഇപ്പം ക്രിമിനൽസിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് കുറ്റം ചെയ്യുന്നവരുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഒരു
നല്ല ഫാമിലി ആയിരിക്കില്ല. അവരുടെ ചൈൽഡ്ഹുഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും അവരുടെ ഫാമിലിയിൽ നിന്നും അവർക്ക് സപ്പോർട്ട് ഒന്നും കിട്ടി കാണില്ല. ഒരിക്കലും ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് അവർക്ക് കാണില്ല. അങ്ങനെയായിരിക്കും അവർ മേ ബി അവരുടെ പേഴ്സണാലിറ്റി വളർന്ന് അവർ ക്രൈം ചെയ്യുന്ന നിലയിലേക്ക് അല്ലെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത്. സോ നമ്മുടെ ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മളപ്പം നമ്മുടെ ഫാമിലിനെ അല്ലെ നമ്മുടെ മാരീഡ് ലൈഫിനെയൊക്കെ എങ്ങനെ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ലേൺ ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഇത് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടെ പറയാം. ടു ഗെറ്റ് നോളജ് അബൌട്ട് ഫാക്ടേഴ്സ്, സ്റ്റെപ്സ് ആൻഡ് തെറാപ്പീസ് ഓഫ് ഫാമിലി കൗൺസിലിംഗ്. ഫാമിലി കൗൺസിലിംഗിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, തെറാപ്പീസ് എന്തൊക്കെയാണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ്. പിന്നെ ടു ഇംപ്രൂവ് നോളജ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്കിൽസ് ഇൻ അസസിംഗ് ഫാമിലി പ്ലാനിംഗ് നീഡ്സ്. ഫാമിലി പ്ലാനിംഗ് നീഡ്സിന്റെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നോളജ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്കിൽസ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റ് കഴിയുമ്പം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് തന്നെ ഒരു ധാരണ കിട്ടും. സോ ഫസ്റ്റ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്താണ്, നമുക്ക് ആ വേർഡിന്റെ മീനിങ് ഒന്ന് നോക്കാം. പ്രീ മാരിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രീ മുൻപ്, അതായത് കല്യാണത്തിന് മുൻപ് നമ്മൾ നടത്തുന്ന കൗൺസിലിങ്ങിനെയാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനൊരു ഡെഫിനിഷൻ നോക്കാം. അപ്പൊ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമുക്കൊരു പ്രോപ്പർ ഡെഫിനിഷൻ നോക്കാം. കാരണം നമ്മൾ എക്സാമിനൊക്കെ എഴുതുവാണെങ്കിൽ ഇത് നമ്മളിപ്പം മലയാളത്തിൽ പഠിച്ചു വെച്ചാലും ഇങ്ങനെ ഒരു ഡെഫിനിഷൻ നമുക്ക് അറിയാമെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് എയിമിംഗ് അറ്റ് ദ കപ്പിൾസ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഇൻസൈറ്റ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതായത് നമ്മുടെ കപ്പിളിന്റെ, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആ കപ്പിളിന്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അവരുടെ കപ്പിൾ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ കാഴ്ചപ്പാട്, അവരുടെ കപ്പിൾ റിലേഷൻഷിപ്പിനേക്കുള്ള കാഴ്ചപ്പാടുകൾക്കൊക്കെ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അവർക്കൊരു പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഈ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും, അതായത് ആശയവിനിമയ കഴിവ് അത് ഇംപ്രൂവ് ചെയ്യാനും, അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അത് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഒരു പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് കൊടുക്കുന്നതാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ, അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് ദമ്പതികൾക്ക് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ. അപ്പൊ ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് എൻഹാൻസ് റിലേഷൻഷിപ്പ് ഫോർ എ സ്റ്റേബിൾ മാരിറ്റൽ കമ്പാനിയൻഷിപ്പ്. ഇപ്പൊ ഇവർ വിവാഹം കഴിച്ചിട്ടില്ല, അപ്പം വിവാഹം കഴിക്കുന്ന ടൈം ആകുമ്പോഴത്തേനും അവരുടെ ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആക്കാൻ, കുറച്ചുകൂടി ദൃഢമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതാണ് ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. എൻഹാൻസ് റിലേഷൻഷിപ്പ് ഫോർ എ സ്റ്റേബിൾ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അതായത് നല്ല ദൃഢമായ ഒരു കല്യാണം, അതായത് ഒരു മാരിറ്റൽ കമ്പാനിയൻഷിപ്പ് അവർ തമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഇനി കുറച്ച് എയിംസ് നമുക്ക് നോക്കാം. അതിന്റെ നമ്മൾ പറഞ്ഞ പോലെ എൻഹാൻസിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അവരുടെ ആശയവിനിമയം വർദ്ധിപ്പിക്കുക, ഡെവലപ്പിംഗ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കമ്മിറ്റ്മെന്റ്, ഡെവലപ്പിംഗ് കപ്പിൾ ഇന്റിമസി, ഡെവലപ്പിംഗ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ഫോക്കസ് ഓൺ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കപ്പിൾ ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ബേസിക് ആയിട്ട് വേണ്ടതെന്ന് പറയുന്നത് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ്. അതുകൊണ്ടാണ് ഡെവലപ്പിംഗ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് നല്ല കമ്മിറ്റഡ് ആയിരിക്കണം. അവരവരുടെ റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്മിറ്റ്മെന്റ് ആയിരിക്കണം. പിന്നെ ഡെവലപ്പിംഗ് കപ്പിൾ ഇന്റിമസി, അതായത് അവർ തമ്മിലുള്ള ആ യോജിപ്പ്, കപ്പിൾ തമ്മിലുള്ള യോജിപ്പ്, അതായത് ആശയങ്ങളിലാണെങ്കിലും ഇമോഷൻസിലായാലും അതൊക്കെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഡെവലപ്പിംഗ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. ഉറപ്പായിട്ടും ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്തതല്ല ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരും, പക്ഷെ നമ്മുടെ ഒരു സ്കില്ല്, അതായത് നമ്മുടെ ഒരു കഴിവിരിക്കുന്നത് അത് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നു എന്നതിലാണ്. സോ ആ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് നമുക്ക് ഉണ്ടാകണം. അല്ലാതെ പ്രശ്നങ്ങൾ വരത്തില്ല എന്നുള്ളതല്ല, പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു, അല്ലെ നമ്മൾ അതെങ്ങനെ എത്ര പെട്ടെന്ന് സോൾവ് ചെയ്യുന്നു രണ്ടുപേരും കൂടെ എന്നുള്ളതിലാണ് നമ്മുടെ ഒരു സ്കിൽ ഇരിക്കുന്നത്. സോ നമ്മുടെ ആ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഫോക്കസ് ഓൺ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഈ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ നമുക്കിപ്പം ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരിക്കും, പക്ഷെ എന്നാൽ പോലും നമ്മൾ നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്തിട്ട് മാന്യമായിട്ട് അവരോട് സംസാരിക്കുക, നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തീർക്കാം എന്നുള്ള രീതിയിൽ. അല്ലാതെ നമ്മൾ നമ്മുടെ എല്ലാ ദേഷ്യവും അവരുടെ അടുത്ത് കൊണ്ട് പ്രകടിപ്പിക്കാതെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, ഈവൻ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ 5 എണ്ണമാണ് നമ്മുടെ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ എയിംസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പൊ ഈ കീവേഡ്സ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കമ്മിറ്റ്മെന്റ്, കപ്പിൾ ഇന്റിമസി, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെയാണ് അതിന്റെ എയിം എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഗോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ എയിമും ഗോൾസും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്, എന്നാലും കുറച്ച് ടേംസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ബിൽഡ് ആൻഡ് ഇൻഡെപ്ത് റിലേഷൻഷിപ്പ് വിത്ത് ദ കപ്പിൾ. നമുക്കറിയാം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ആഴത്തിലുള്ളതാക്കാൻ, അതാണ് ഇൻഡെപ്ത് എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ആഴത്തിലുള്ളതാക്കുക. പിന്നെ പ്രൊവൈഡ് കറക്ഷൻ ഓഫ് ഫോൾട്ടി ഇൻഫർമേഷൻ, അതായത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ചെയ്യുക, അതായത് അതിന് കറക്ഷൻ കൊടുക്കുക. പിന്നെ പ്രൊവൈഡ് കോൺഗ്രുവന്റ് ഇൻഫർമേഷൻ. പിന്നെ ഹെൽപ്പ് കപ്പിൾ ബിക്കം റിയലിസ്റ്റിക് മോർ അബൌട്ട് ഫ്യൂച്ചർ. അതായത് നമ്മൾ പ്രീമാരിറ്റൽ സ്റ്റേജിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല
കുറച്ചുകൂടെ ആ ടൈമിൽ കുറച്ചുകൂടെ നമ്മളിങ്ങനെ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഷുഗർ കോട്ട് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ ഫ്യൂച്ചർ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്, പ്രാക്ടിക്കൽ ആണ്. അപ്പം ആ ടൈമിലേക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേനും അതിനെയൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് നേരിടാൻ, കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് കപ്പിൾസിനെ പ്രാപ്തരാക്കുക. റിലീവ് ഫിയേഴ്സ് ആൻഡ് ആങ്സൈറ്റീസ്. നമുക്കറിയാം, ഒരു കല്യാണ ജീവിതത്തിലേക്ക് കടക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പൊ ഏത് റിലേഷൻഷിപ്പിലോട്ട് കടക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് കുറെ ഫിയർ, കുറെ പേടികൾ കാണും, ആങ്സൈറ്റികൾ കാണും. അയ്യോ ഇങ്ങനെയാവോ അങ്ങനെയാവോ, പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എങ്ങനെ പ്രശ്നത്തെ നേരിടും. അപ്പം അങ്ങനത്തെ പേടികളെയൊക്കെ മാറ്റുക. പിന്നെ ഓപ്പർച്യൂണിറ്റി ഫോർ സ്പിരിച്വൽ ഗ്രോത്ത്. നമുക്കറിയാം എല്ലാവരും ഓരോ റിലീജിയനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മള് ആത്മീയമായിട്ടുള്ള നമ്മുടെ ഒരു വളർച്ച, അതും ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗിന്റെ ലക്ഷ്യം. നമുക്കറിയാം ഓരോ റിലീജിയനും ഇപ്പം കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഈ റിലീജിയസ് കൗൺസിലിംഗും ഇങ്ങനത്തെ പ്രൊഫഷണൽസ് കൗൺസിൽ ചെയ്യുന്ന രണ്ട് രീതിയിലാണ് കേട്ടോ. സോ അത് ശ്രദ്ധിക്കണം. പിന്നെ റിലീജിയസ് കൗൺസിലിംഗിനൊക്കെ പോകുന്ന ആളുകളും ഉണ്ട്. ഓപ്പർച്യൂണിറ്റി ഫോർ, അപ്പൊ അവിടെ നമുക്ക് ആത്മീയമായിട്ട് കപ്പിളിന് രണ്ടും വളരാനായിട്ടൊരു അവസരമാണ് കിട്ടുന്നത്. പിന്നെ ഹെൽപ്പ് ഇൻ മേക്കിംഗ് ഡിസിഷൻ. സോ തീരുമാനം എടുക്കാനുള്ള കഴിവാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഇല്ലാത്തത്. നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പല കാര്യത്തിലും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് കിട്ടും. സോ നല്ല ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കുക. ഇതൊക്കെയാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ ഗോൾസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ ഇപ്പൊ കണ്ടത് എയിംസും ഗോൾസും ആണ്. ഇതിൽ കോൺഗ്രുവന്റ് ഇൻഫർമേഷൻ എന്നൊരു ടേം വരുമ്പോൾ ആരും കൺഫ്യൂസ്ഡ് ആണ്. കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുണ്ടെങ്കിൽ അവരുടെ തമ്മിലുള്ള അഭിപ്രായങ്ങളും ഇതൊക്കെ മാച്ച് ആയി പോവുക. മാച്ചിങ് ഇൻഫർമേഷൻ ആണ് കോൺഗ്രുവന്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു കാര്യം ഉണ്ട്, രണ്ട് പോൾസ് നിൽക്കാതെ ഒരു കാര്യത്തിന് പൊരുത്തപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പറ്റുക. കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ മാച്ചിങ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ഇമോഷൻസും ഇൻഫർമേഷനും ഒക്കെയാണ് കോൺഗ്രുവന്റ് എന്നുള്ള വേർഡ് കൊണ്ട് മീനിങ്. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രീമാരിറ്റൽ കൗൺസിലിംഗിന് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വന്നാലും ഈ എയിംസ് ഗോൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി എലമെന്റ്സ് ഓഫ് കമ്പാറ്റബിലിറ്റി. കമ്പാറ്റബിലിറ്റി എന്നുള്ള വേർഡ് ഒറ്റ വാക്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ പൊരുത്തം, യോജിപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം എല്ലാ കാര്യത്തിലും നമുക്ക് പൊരുത്തം, അല്ലെ എല്ലാ കാര്യത്തിലും സെയിം അഭിപ്രായമായിരിക്കില്ല. ഇപ്പം രണ്ട് വ്യക്തികളെ ആരെടുത്താലും ഒരാൾക്കുള്ള അഭിപ്രായം ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഒരു കാര്യത്തോടുള്ളത്. സോ അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് നമുക്ക് രണ്ടുപേർക്കും ഗുണപ്പെട്ട രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കഴിവിരിക്കുന്നത്. രണ്ടുപേരുടെ ഒരേ അഭിപ്രായം ആയിരിക്കണം നിർബന്ധമില്ല, പക്ഷെ അത് രണ്ടും കൂടെ ചേർന്ന് പോകണമെന്നേ ഉള്ളൂ. അതാണ് കമ്പാറ്റബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പം ഹൗ വെൽ ദ ഇൻട്രിൻസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടു പീപ്പിൾ ഫിറ്റ്. അതായത് രണ്ടുപേരുടെ ആ സ്വഭാവങ്ങൾ, അത് രണ്ടഭിപ്രായമായിരിക്കാം, പക്ഷെ അത് തമ്മിൽ എങ്ങനെ ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് ഈ കമ്പാറ്റബിലിറ്റിയുടെ ഒരു മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഹൗ വെൽ ദ ഇൻട്രിൻസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടു പീപ്പിൾ ഫിറ്റ്. അത് തമ്മിൽ എങ്ങനെ മാച്ച് ആയി പോകുന്നു, എങ്ങനെ യോജിച്ചു പോകുന്നു. ഈവൻ രണ്ടഭിപ്രായമായിരിക്കാം, പക്ഷെ അത് തമ്മിൽ എങ്ങനെ യോജിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കമ്പാറ്റബിലിറ്റിയിൽ പറയാൻ പറ്റുന്നത്. സോ നമുക്ക് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് കുറച്ച് ഘടകങ്ങളുണ്ട്. അതായത് കമ്പാറ്റബിലിറ്റിക്ക്, പൊരുത്തത്തിന് അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു 8 എണ്ണമാണുള്ളത്. അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി നമ്പർ 1. നമ്പർ 2 എംപതി. നമ്പർ 3 എബിലിറ്റി ടു വർക്ക് ത്രൂ പ്രോബ്ലംസ്. നമ്പർ 4 എബിലിറ്റി ടു ഗീവ് ആൻഡ് റിസീവ് ലവ്. നമ്പർ 5 ഇമോഷണൽ സ്റ്റെബിലിറ്റി. നമ്പർ 6 സിമിലർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്. നമ്പർ 7 സിമിലാരിറ്റീസ് ബിറ്റ്വീൻ കപ്പിൾ. നമ്പർ 8 കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള നമ്മുടെ കഴിവിനെയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും ഓൾമോസ്റ്റ് സെയിം മീനിങ് ആണ്. എന്നാലും ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. അതാണ് ഫ്ലെക്സിബിൾ ആണെന്ന് പറയുക. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട്, ഇപ്പം നമ്മൾ മാരീഡ് ലൈഫ് അല്ലെങ്കിൽ രണ്ടുപേര് നമ്മൾ റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് പെട്ടെന്ന് പൊരുത്തപ്പെട്ട് പോകണമെന്നില്ല. അതായത് ഇപ്പം ഈവൻ നമ്മൾ പറയും ഫുഡിന്റെ ശീലങ്ങൾ ആണെങ്കിലും രണ്ടുപേരും രണ്ട് ജില്ല എന്നുള്ളവരാണെങ്കിൽ തന്നെ രണ്ട് ഫുഡ് ടൈപ്പ് ആയിരിക്കും. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഒരാൾ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ഒരാൾ താമസിച്ച് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ അത് രണ്ടും അവർക്ക് അനുയോജ്യമായ ഒരു സമയത്തേക്ക് മാറ്റാൻ തയ്യാറാവുക, അഡാപ്റ്റബിൾ ആവുക ആ സാഹചര്യത്തോട്. ഇപ്പം നമ്മൾ ചെല്ലുന്ന വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ആളുടെ ഫുഡ് ഹാബിറ്റ്സ് അതിനോടൊക്കെ നമ്മളും കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അഡാപ്റ്റബിൾ ആകുക. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രമല്ല മറ്റേ ഫുഡും കൂടെ കഴിക്കാനുള്ള മനസ്സുണ്ടാക്കുക. അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. സോ ഇതൊക്കെയാണ് അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തു വരുന്ന കുറച്ച് എക്സാമ്പിൾസ്. അതായത് നമ്മൾ ചെല്ലുന്ന അല്ലെ നമ്മുടെ മറ്റേ പാർട്ട്ണറുടേതായ സാഹചര്യങ്ങളോടും കൂടെ പൊരുത്തപ്പെടാനുള്ള നമ്മുടെ ഒരു മനസ്സ്, അതാണ് അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എംപതി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് മാത്രമല്ല മറ്റേ ആളുടെ സൈഡിൽ നിന്നും കൂടെ ചിന്തിക്കുകയാണ്. അതായത് നമ്മുടെ ഫീലിങ്സിന് മാത്രമല്ല മറ്റേ ആളുടെ ഫീലിങ്സിനും കൂടെ വില കൊടുത്തുകൊണ്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കുക. അതൊക്കെയാണ് എംപതിയുടെ കീഴിൽ വരുന്നത്.
പിന്നെ എബിലിറ്റി ടു വർക്ക് ത്രൂ പ്രോബ്ലംസ്. പ്രോബ്ലംസ് ഇഷ്ടം പോലെ ഉണ്ടാവും. പ്രോബ്ലംസ് എങ്ങനെ ഡീൽ ചെയ്യുന്നു അനുസരിച്ചിരിക്കും നമ്മുടെ ഒരു മാരീഡ് ലൈഫിന്റെ വിജയം എന്ന് പറയുന്നത്. സോ നമ്മൾ എങ്ങനെ ആ പ്രോബ്ലത്തിനെ കാണുന്നു, നമ്മൾ എങ്ങനെ അത് പറഞ്ഞ് സംസാരിച്ച് തീർക്കുന്നു, നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രണ്ടുപേരും തമ്മിൽ ഒരു യോജിപ്പിലെത്തി നമ്മൾ നമ്മുടെ ആ പ്രോബ്ലത്തെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് ഈ കമ്പാറ്റബിലിറ്റിയുടെ ഒരു എലമെന്റ് ആണ്. അതായത് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് നമുക്ക് പറയാം. നമ്മൾ പ്രശ്നത്തെ എങ്ങനെ കാണുന്നു, അത് അധികം ഭീകരമാകാതെ അല്ലെ രൂക്ഷമാകാതെ നമ്മൾ അത് അവിടെ തീർക്കുന്നു. നമ്മൾ ചിലർ പറഞ്ഞ് കേൾക്കാലോ, അതായത് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് എന്താണേലും അന്ന് നടന്ന പ്രശ്നങ്ങൾ സംസാരിച്ച് തീർത്ത് നല്ലൊരു മനസ്സോടെ ആയിരിക്കും നമ്മൾ പിറ്റേ ദിവസം എഴുന്നേക്കാൻ പോകുന്നത്. സോ അങ്ങനത്തെ ഓരോ ടിപ്സ് ഒക്കെ നമുക്ക് വെക്കാം. അതായത് ഡെയിലി നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരു മണിക്കൂർ കൂടുതൽ കൊണ്ടുപോകാതിരിക്കുക, അങ്ങനെയൊക്കെ. അതൊക്കെ ഈ കമ്പാറ്റബിലിറ്റിയുടെ ഒരു എലമെന്റ് ആണ്. പിന്നെ എബിലിറ്റി ടു ഗീവ് ആൻഡ് റിസീവ് ലവ്, അതായത് സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനുള്ള ഒരു കഴിവ്. ചിലർ പറയും ഞങ്ങൾ ഒട്ടും എക്സ്പ്രസീവ് അല്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞേക്കാണ്. എന്താണ്, ശവകുടീരത്തിൽ കൊണ്ട് പൂ വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയുന്ന പോലെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെ എല്ലാവരും ജീവനോടെ ഇരിക്കുമ്പോൾ വേണം നമ്മൾ സ്നേഹം കാണിക്കാനും പ്രകടിപ്പിക്കാനും. അതിന് നമുക്കിപ്പം ചില ഗിഫ്റ്റുകൾ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ നന്നാക്കത്തേ ഉള്ളൂ. അപ്പം എബിലിറ്റി ടു ഗീവ് ആൻഡ് റിസീവ് ലവ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. പിന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, നമ്മൾ ഇമോഷണലി മച്യൂർ ആയിരിക്കണം. കുറച്ചുകൂടെ നമുക്ക് കുറച്ച് നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ തോന്നും. പക്ഷെ അതൊക്കെ കൺട്രോൾ ചെയ്ത് മറ്റേ ആൾക്ക് ഹെർട്ട് ആവാത്ത രീതിയിൽ നമ്മൾ നല്ല മെച്ചുവേർഡ് ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അല്ല, നമുക്ക് ചിലപ്പോൾ മേ ബി മൂഡ് സ്വിങ്സ് ഒക്കെ വരും. നമ്മളിപ്പം പെരുമാറുന്ന പോലെ ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ പെരുമാറുന്നത്. പക്ഷെ അത് മറ്റേ ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അപ്പം നമുക്ക് നല്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം. ഇമോഷണലി നമ്മൾ നല്ല സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് നല്ലൊരു കമ്പാറ്റബിൾ ലൈഫ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സിമിലർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നമ്മുടെ കമ്പാറ്റബിലിറ്റിനെ ഒത്തിരി സ്വാധീനിക്കും. അതായത് രണ്ടുപേരും രണ്ടു തരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെങ്കിൽ അവർക്ക് കമ്പാറ്റബിൾ ആകാൻ കുറച്ചും കൂടെ സമയം എടുക്കും. എന്നാൽ കുറച്ചുകൂടെ എന്താ ഒരുപോലെയുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കമ്പാറ്റബിൾ ആയിരിക്കാൻ പറ്റും. സിമിലാരിറ്റീസ് ബിറ്റ്വീൻ കപ്പിൾ, ഇപ്പം എന്താണ്, ഒരാൾ യാത്ര ഇഷ്ടപ്പെടുന്ന കപ്പിൾ ആണെങ്കിൽ മറ്റേ ആൾ യാത്ര ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അത് കുറച്ചും കൂടെ രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാകും കമ്പാറ്റബിലിറ്റിക്ക്. അതേസമയം രണ്ടുപേർക്കും ഒരേപോലെ യാത്ര ഇഷ്ടമാണെങ്കിൽ അത് അവർ തമ്മിലുള്ള പൊരുത്തം കുറച്ചും കൂടെ കൂട്ടാൻ സഹായിക്കത്തേ ഉള്ളൂ. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതാണ് ഇതിന്റെ എല്ലാം ബേസിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇപ്പം നമുക്ക് മനസ്സിൽ ഒരു കാര്യം തോന്നിയിട്ട് നമ്മളത് മറ്റേ ആളോട് പറയാതിരുന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ അറിയും? സോ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കമ്പാറ്റബിലിറ്റിയിൽ. സോ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കണം. അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, എംപതി, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, എബിലിറ്റി ടു ഗീവ് ആൻഡ് റിസീവ് ലവ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, സിമിലർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്, സിമിലാരിറ്റീസ് ബിറ്റ്വീൻ കപ്പിൾ, കമ്മ്യൂണിക്കേഷൻ. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ബേസിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ കമ്പാറ്റബിലിറ്റിയുടെയും എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അഡാപ്റ്റബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും എംപതിയും എല്ലാം വരും. അതായത് നമ്മൾ മറ്റേ കൂടുതൽ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഹർട്ട് ആവാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മൾ കമ്പാറ്റബിലിറ്റി എന്നുള്ള ഈ ടോപ്പിക്കിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. നെക്സ്റ്റ്, ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻകമ്പാറ്റബിലിറ്റി, അതായത് കമ്പാറ്റബിലിറ്റി യോജിപ്പാണെങ്കിൽ ഇൻകമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ വിയോജിപ്പായിരിക്കും. വിയോജിപ്പിലോട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നോക്കാം. സ്ട്രക്ചറൽ ഫാക്ടേഴ്സും സോഷ്യൽ ഓർ വാല്യൂ ഫാക്ടേഴ്സ്. സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ആണ് സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടേഴ്സ്, റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ലീഗൽ കാര്യങ്ങൾ, ഇതൊക്കെയാണ് സ്ട്രക്ചറൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. ഈ സോഷ്യൽ ഓർ വാല്യൂ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ്, റൈറ്റ്സ്, വാല്യൂസ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് സോഷ്യൽ ഓർ വാല്യൂ ഫാക്ടേഴ്സിൽ വരുന്നത്. സോ നമുക്ക് സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് നോക്കാം. സോ ഈ സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഇത് നിങ്ങൾക്ക് തോന്നും ഓക്കെ ഇതൊക്കെ ഇൻകമ്പാറ്റബിലിറ്റിക്ക് ഒരു കാരണമാണോ, ഇതൊക്കെ ഒരു ചെറിയ കാരണമല്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും അത് വലിയ വലിയ പൊട്ടിത്തെറികളിലേക്കൊക്കെ നയിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. റെഡ്യൂസ്ഡ് ഫാമിലി ഫംഗ്ഷൻ, അതായത് ഇപ്പം രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാളുടെ പേരന്റിന്റെ ബർത്ത്ഡേ അല്ലെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിരിക്കും, നമുക്ക് നമ്മുടെ പേരന്റ് ആണല്ലോ. അപ്പം മറ്റേ ആൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ അത് ഒരു ഭയങ്കര ഒരു സ്വരച്ചേർച്ചയ്ക്ക് കാരണമാവും. അവർ തമ്മിൽ തന്നെ മറ്റേ ആൾക്ക് എന്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം അവനവന്റെ പേരന്റിന്റെ ഒരു പരിപാടിക്ക് പോകണമെന്ന് അവർ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളത് അവർ തമ്മിലുള്ള ഒരു ബേസിക് വഴക്കിന് കാരണമാകും. അപ്പൊ അതൊരു ഫാക്ടറാണ് റെഡ്യൂസ്ഡ് ഫാമിലി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലെസ് കിൻഷിപ്പ് ഓറിയന്റേഷൻ. ഈ കിൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുത്വം, നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങൾ, സ്വന്തക്കാര് ബന്ധക്കാര്, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണ് കിൻഷിപ്പ് എന്നുള്ള വേർഡിന്റെ ഒരു മീനിങ്. സോ നമ്മളിങ്ങനെ എക്സാമിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ പഠിക്കുന്നത്. സോ
നമുക്ക് ഇങ്ങനത്തെ കീവേഡ്സ് ഒക്കെ എഴുതുവാണെങ്കിൽ നമുക്ക് എക്സാമിന് നല്ല കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ സാധാ റിലേറ്റീവ്സ് അല്ലെ അങ്ങനെയൊക്കെ എഴുതാതെ കിൻഷിപ്പ് എന്നൊക്കെ പറയുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതുണ്ട്, ഇംപ്രഷൻ കിട്ടും നമുക്ക്. സോ ലെസ് കിൻഷിപ്പ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് കാലത്ത് കൂടുതലും ജോയിന്റ് ഫാമിലീസ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഫുൾ ന്യൂക്ലിയർ ഫാമിലിയാണ്. ഫാദർ മദർ ചിൽഡ്രൻ അത്രയും മാത്രമേ ഉള്ളൂ. അച്ഛനമ്മ മക്കള് മാത്രം കാണും. അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ ഉണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. പേരൻസ് ഉണ്ടെങ്കിൽ പേരൻസിന്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും അവിടെ തന്നെ, അവരും കല്യാണം കഴിച്ച് അവരുടെ കുട്ടികളും എല്ലാവരുമായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. സോ കുറച്ചും കൂടെ നമുക്ക് അടുപ്പം ഉണ്ടായിരുന്നു നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടാണേലും. നമ്മൾ എന്നും കാണും, സംസാരിക്കും, കാര്യങ്ങൾ അറിയാം. പക്ഷെ ഇന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പം കിൻഷിപ്പിൽ നമ്മൾ നമ്മുടെ പേരൻസിനെ ഉദ്ദേശിക്കാം. അതായത് ഇപ്പം നമ്മുടെ ഒരു പേരന്റിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, അവർക്ക് ഒരു വയ്യായികയായി, അപ്പൊ നമുക്ക് പോണമെന്നുണ്ട്, പാർട്ട്ണർക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ അതൊക്കെ നമ്മൾ തമ്മിൽ വലിയ 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 പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആ ഒരു കോർഡിനേഷൻ കുറവ്, അവര് വരുന്നില്ല, നമുക്ക് പോകാൻ പറ്റുന്നില്ല, നമ്മുടെ പേരന്റിന് ഒരു ആവശ്യം വന്നിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും. സോ ഇതൊക്കെ ഒരു ഫാക്ടറാണ്. ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ. ഇനി മൂന്നാമത്തെ ഫാക്ടർ നമുക്ക് നോക്കാം. ഡിക്ലൈൻ ഇൻ എക്കണോമിക് കോപ്പറേഷൻ ബിറ്റ്വീൻ കപ്പിൾസ്. അതായത് എക്കണോമിക് കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള പണമിടപാട് കാര്യങ്ങളൊക്കെ. രണ്ടുപേർക്കും ജോലി കാണും, ബട്ട് ഇപ്പം ഒരാൾ തന്നെയാണ് ഫുൾ ഫാമിലിയുടെ എക്സ്പെൻസസ് എടുക്കുന്നെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റേ ആൾ അവനവന് വേണ്ടി തന്നെ ചെലവാക്കുകയോ അല്ലെ അയാളുടെ പൈസ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്യുകയാണ്. ഒരാൾ തന്നെയാണ് ഫുൾ ഫാമിലി എക്സ്പെൻസസ്, ഫുഡിന്റെ കാര്യങ്ങള്, ഇപ്പം എന്താണ് റെന്റ്, കറണ്ട് ബിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാൾ തന്നെ നോക്കുമ്പം അത് അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. മറ്റേയാള് എന്താണ് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുകയും ഇയാൾ തന്നെ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു വഴക്കിലേക്ക് നയിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിക്ലൈൻ ഇൻ ലീഗൽ ഒപ്പോസിഷൻ ടു ഡിവോഴ്സ്. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ, അതായത് ഒരു 10-15 വർഷമൊക്കെ മുമ്പ് വരെ ഇങ്ങനെ ഡിവോഴ്സിനൊക്കെ ഭയങ്കര പാടായിരുന്നു. പ്രൊസീജിയർ ഒക്കെ കുറെ ഉണ്ടായിരുന്നു. ലീഗലി നമ്മൾ കോടതി കയറി ഇറങ്ങി അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. സോ അപ്പം ആളുകൾ കുറച്ചുകൂടെ ഇപ്പം എന്തെങ്കിലും ഒരു വഴക്കൊക്കെ ഉണ്ടായാലും ഡിവോഴ്സ് ഇത്ര ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ആൾക്കാർക്ക് അത് വലിയൊരു പ്രോസസ് ആണെന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നുകൊണ്ട് എഫേർട്ട് ഇട്ടിട്ട് ആ വഴക്കൊക്കെ തീർക്കാൻ നോക്കും. അല്ലെങ്കിലും കുറച്ചുകൂടെ എഫേർട്ട് ഇടും. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈസിയാണ്, ഈസിലി അവൈലബിൾ ആണ്. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്സസിബിൾ ആണ്, ഈസിലി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വലിയ സ്റ്റെപ്സ് ഒന്നുമില്ല, പണ്ടത്തെ അത്രയും ബുദ്ധിമുട്ടില്ല. സോ ആളുകള് ഒരു ചിന്തയുണ്ട്, ഓക്കെ എന്തെങ്കിലും ഒരു ചെറിയ പൊരുത്തക്കേട് ഉണ്ടെങ്കിലും നമുക്ക് എളുപ്പമാണ് ഡിവോഴ്സ് ചെയ്യാൻ എന്നുള്ള ഒരു തോട്ട്. ആ ഒരു തോട്ടും ഇൻകംപാറ്റബിലിറ്റിയിലോട്ട് നയിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടേഴ്സ്, സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓവർ എംഫസിസ് ഓൺ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ. അതായത് ഇപ്പം രണ്ടുപേരും ഓരോ ഇൻഡിവിജ്വൽ ആണല്ലോ, പാർട്ട്നേഴ്സ് ആണെങ്കിലും കപ്പിൾ ആണെങ്കിലും. അപ്പം എന്തെങ്കിലും ഒരു ഒരുമിച്ച് എടുക്കേണ്ട ഒരു തീരുമാനം പോലും ഒരാൾ തന്നെ എടുക്കുകയാണെന്ന് വെച്ചോ, അത് മറ്റേ ആൾക്ക് ഭയങ്കര ഹെർട്ട് ആവും. അതായത് മറ്റേ ആളും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനം ഇയാൾ ഓക്കെ ഞാൻ എടുത്താൽ മതി, അവൾക്കും കൂടെ അല്ലെ അവനും കൂടെ ഉള്ള തീരുമാനം ഞാൻ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് മറ്റേ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതാണ് ഓവർ എംഫസിസ് ഓൺ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ. അതായത് ഒരാളുടെ റൈറ്റിൽ മാത്രം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, മറ്റേ ആളുടെ റൈറ്റിനെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കാതെ ഒരാളുടെ റൈറ്റിന് മാത്രം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് ഈ ഓവർ എംഫസിസ് ഓൺ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അപ്പം അത് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം. പിന്നെ ഗ്രോയിങ് കൺസ്യൂമറിസ്റ്റ് ടെൻഡൻസീസ്. അതായത് ഇപ്പൊ രണ്ടുപേർക്കും ജോലിയുണ്ട്, സാലറി ഉണ്ടെങ്കിൽ ഒരാൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നയാളും ഒരാൾ ഭയങ്കരമായിട്ട് ചെലവാക്കുന്നയാളും ഒരാൾ ചെലവാക്കുന്ന ആളല്ലാതെ ആവുകയും ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാകും. അതായത് ഇപ്പൊ ഒരാൾ ഭയങ്കരമായിട്ട് ലക്ഷറി ആയിട്ട് ഡ്രസ്സ്, ബാഗ്, ഫുഡ്, ട്രാവൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയും മറ്റേ ആൾ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ വാക്ക് തർക്കത്തിന് കാരണമാകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഒരാൾക്ക് ലക്ഷൂറിയസ് ഒരു ലൈഫ് സ്റ്റൈൽ വേണമെന്നും മറ്റേ ആൾ സിമ്പിൾ ഒരു ലൈഫ് സ്റ്റൈൽ വേണമെന്ന് ആഗ്രഹിക്കുന്നതും ഇൻകമ്പാറ്റബിലിറ്റിക്ക് ഒരു കാരണമാണ്. പിന്നെ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് സോഷ്യൽ റിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മൾ പറയുമ്പോൾ ഓരോ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനം സ്നേഹവും വിശ്വാസവും ട്രസ്റ്റ് ഒക്കെ ആണെന്ന് പറയും. പക്ഷെ നമ്മൾ ഒരു റിലേഷൻഷിപ്പിനെ ഒരു കച്ചവട കണക്ക് പോലെ കാണുകയാണെങ്കിൽ, അതായത് ഓക്കെ ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, അല്ലെ നീ അങ്ങനെ ചെയ്താൽ നിനക്ക് എന്ത് കിട്ടും, അല്ലെ നിന്റെ കൂടെ വന്നിട്ട് എനിക്ക് എന്ത് കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കണക്ക് പറയാൻ തുടങ്ങുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്, പൊരുത്തക്കേടിലേക്കുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സോ നമ്മൾ അങ്ങനെ കച്ചവട കണക്ക്, അല്ലെ എന്ത് ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നു ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതുകൊണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ നമ്മൾ കാണാൻ തുടങ്ങിയത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ്, ലോസ് ഓഫ് സെൻസ് ഓഫ് വാല്യൂസ് ഇൻ സൊസൈറ്റി. അതായത് നമ്മൾ ബേസിക് വാല്യൂസ് ആൻഡ് റെസ്പെക്ട് കൊടുക്കുക, മറ്റേ ആൾക്ക് ഒരു ട്രസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ പാർട്ട്ണറോട് ഭയങ്കര ഭീകരമായിട്ട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ പോയ പോലെ ദേഷ്യപ്പെടുകയാണ്, നമ്മുടെ സെൻസ് ഓഫ് വാല്യൂസ് ഒക്കെ നഷ്ടപ്പെട്ട പോലെ ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് മറ്റേ ആൾക്ക് അത്രത്തോളം ഹെർട്ട്ഫുൾ ആവും, ഭയങ്കര ഫീൽ ആവും. സോ അത് ഇൻകമ്പാറ്റബിലിറ്റിക്ക് ഒരു കാരണമാണ്, പൊരുത്തക്കേടിന് ഒരു കാരണമാണ്. മറ്റേ ആളുടെ വാല്യൂസിനെ റെസ്പെക്ട് ചെയ്യാതെ നമ്മൾ നമുക്ക് തോന്നുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും നമ്മുടെ ബന്ധത്തിനിടയിൽ. പിന്നെ ഇൻക്രീസ്ഡ് പ്രോമിസ്ക്യൂട്ടി. ഇത് ചിലരെങ്കിലും ആദ്യമായിട്ടായിരിക്കും പ്രോമിസ്ക്യൂട്ടി എന്താണെന്ന് കേൾക്കുന്നത്.
പ്രോമിസ്ക്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇല്ലീഗൽ റിലേഷൻഷിപ്പുകളെ നമുക്ക് പ്രോമിസ്ക്യൂട്ടി എന്ന് പറയാം. അതായത് നമ്മൾ ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കെ തന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിലൂടെ സെക്ഷലോ റൊമാൻറ്റിക്കോ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് പോകുന്നതിനെയാണ് പ്രോമിസ്ക്യൂട്ടി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്നത്തെ ഡിവോഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലാണ് ഇങ്ങനത്തെ ചീറ്റിംഗ് അല്ലെങ്കിൽ പ്രോമിസ്ക്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് അവിഹിത ബന്ധങ്ങളെ പ്രോമിസ്ക്യൂട്ടി എന്ന് പറയാം. സോ അത് കൂടുന്നത് ഇൻകമ്പാറ്റബിലിറ്റിക്ക് ഒരു കാരണം. നമ്മളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പാർട്ട്ണറെ ചീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻകമ്പാറ്റബിലിറ്റിയിലോട്ട് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രീമാരിറ്റൽ കൗൺസിലിംഗിന്റെ കുറച്ച് റിസൾട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണത്തിന് മുമ്പ് കൗൺസിലിംഗ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗീവ്സ് അഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് റിഗാർഡിംഗ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ മാരേജ്. അതായത് മാരേജ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഓൾറെഡി. അതായത് നമുക്ക് കൗൺസിലർ പറഞ്ഞു തരും ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, സോ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്കൊരു പ്രിക്കോഷൻ കിട്ടും. പിന്നെ എ പ്രിവെന്റീവ് ആസ്പെക്ട് ദാറ്റ് ഹെൽപ്സ് റെഡ്യൂസ് ഫ്യൂച്ചർ പ്രോബ്ലംസ്. നമ്മളൊരു പ്രിവെൻഷൻ എടുക്കുന്ന പോലെയാണ്. അതായത് നമ്മളിപ്പം ഒരു അസുഖം വരാതെ നേരത്തെ ഓൾറെഡി ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ നമുക്ക് മുൻകൂട്ടി കണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും ആ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ ബിഹേവ് ചെയ്യാന്ന് നമുക്ക് കാണാൻ പറ്റും. കൗൺസിലർ നമുക്ക് പറഞ്ഞു തരും ഇന്ന പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഓക്കെ നിങ്ങൾ ഇങ്ങനെ വേണം, നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കരുത്, നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ആണ് കീ ടു എവറി റിലേഷൻഷിപ്പ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേനും നമുക്ക് ഡീൽ ചെയ്യാവുന്നതാണ് മുന്നോട്ട് വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻകമ്പാറ്റബിലിറ്റി പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് കപ്പിൾ കൗൺസിലിംഗ്. സോ നമ്മളിപ്പോ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കണ്ടു, അത് നമ്മൾ കല്യാണത്തിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ് ആണ്. ഇത് നമ്മൾ കപ്പിൾ കൗൺസിലിംഗ് രണ്ടുപേര് കപ്പിളായി കഴിഞ്ഞിട്ടുള്ള കൗൺസിലിംഗ് ആണ്. സോ എന്തിനാണ് കപ്പിൾ കൗൺസിലിംഗിന് വേണ്ടി വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അത്ര അറിയാവുന്ന കാരണങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഫിനാൻസസ്, ചിൽഡ്രൻ, ഫിഡിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, കമ്പാറ്റബിലിറ്റി. ജസ്റ്റ് ഞാനിത് വായിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ടേംസ് ഒക്കെ ഒന്ന് പരിചയമായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. കമ്പാറ്റബിലിറ്റി, സെക്ഷൽ എക്സ്പ്രഷൻ ഡിഫിക്കൽട്ടീസ്, പിന്നെ ഹൗസ് ഹോൾഡ് കോഴ്സ് ഡിവിഷൻ, റിലീജിയസ് ബിലീഫ്സ്, ആൽക്കഹോൾ, സബ്സ്റ്റൻസ് അബ്യൂസ്, അൺഎംപ്ലോയ്മെന്റ്, മേജർ ലൈഫ് ചേഞ്ചസ്. ഓക്കെ, നമുക്കറിയാം ഒരു കപ്പിള് കൗൺസിലിങ്ങിനൊക്കെ വരിക എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോഴാണ് എല്ലാവരും കൗൺസിലിംഗ് സീക്ക് ചെയ്യുന്നത്. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കുന്നത് കുറയുക, മറ്റൊരാളുടെ കാര്യങ്ങൾ ഇപ്പുറത്തെ ആൾക്ക് അറിയാതെ പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതലും ആളുകൾ കൗൺസിലിങ്ങിന് വരുന്നത്. പിന്നെ ഫിനാൻസസ് ഒരു വലിയ ഇമ്പോർട്ടന്റ് ഘടകമാണ്. അതായത് ഒരാൾ തന്നെ ഫാമിലിയിലെ ചെലവുകൾക്കൊക്കെ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക, മറ്റൊരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരും, ബുദ്ധിമുട്ട് വരും പൈസയ്ക്ക്. അപ്പം കപ്പിൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് കൗൺസിലറുടെ അടുത്ത് പോകാറുണ്ട്. പിന്നെ ചിൽഡ്രന്റെ കാര്യം വരുമ്പോഴത്തേനും, അതായത് ഇപ്പൊ കുട്ടികളുണ്ടെങ്കിൽ പേരൻസ് രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കുട്ടീനെ നോക്കാൻ ആരുമില്ല, അതുവഴി ആ കുട്ടി വഴി ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകും. ആര് കുട്ടീനെ നോക്കും? കുട്ടിക്ക് ഇപ്പം ഒരു ടീനേജിലൊക്കെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒത്തിരി മാനസിക സംഘർഷങ്ങളും ഒക്കെ അനുഭവിക്കുന്ന കുട്ടിയായിരിക്കും. തുറന്നു പറയാൻ പേരൻസിന് ടൈം ഇല്ല, കുട്ടി എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങിന് പോകാം. ഫിഡിലിറ്റി, പിന്നെ വിശ്വാസം അങ്ങനത്തെ ചീറ്റിംഗ് ഒക്കെ കുറെ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യത്തിന് കൗൺസിലിംഗ് വരും. പിന്നെ റിലീജിയസ് ബിലീഫ്സ്, ഒരാൾ ഓവറായിട്ട് മതപരമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആണെങ്കിൽ മറ്റേ ആൾ ഒട്ടും ഇൻവോൾവ് അല്ലെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങിന്റെ ആവശ്യം വരും. പിന്നെ നമ്മൾ ഒരാൾ അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് കുടുംബ ബന്ധങ്ങളെ തന്നെ തകർക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ആൽക്കഹോൾ അബ്യൂസ് എന്ന് പറയുന്നത്. വേറൊരു കാര്യത്തിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഫുൾ അൺകോൺഷ്യസ് ആയിരിക്കും അവര്. അതായത് ഇപ്പം അവരുടെ പാർട്ട്ണർ എന്താണ് ചെയ്യുന്നത്, പാർട്ട്ണർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവർക്ക് അറിയണ്ട, അല്ലെങ്കിൽ കുട്ടികൾ വളർച്ചയുടെ ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, കുടുംബത്തിലോട്ട് എന്ത് വേണം, അതൊന്നും അവർ നോക്കില്ല. സോ ആൽക്കഹോൾ അബ്യൂസ് എന്ന് പറയുന്നത് കുറെ കുടുംബങ്ങളെ തകർക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് മേജർ ലൈഫ് ചേഞ്ചസ്. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ ഒന്നും ജോലിയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ടൈമാണ്, പണ്ടത്തെ പോലെയല്ല. ഇപ്പം ഏത് ഫീൽഡ് ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് രാത്രി നമ്മൾ കിടക്കുന്ന ടൈമിൽ നമുക്ക് ജോലി വേണം, രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും നമുക്ക് ജോലി ഇല്ലാന്ന് അറിയുന്നത്. അപ്പം അതൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. രണ്ടുപേര് ഫാമിലി ലൈഫിലോട്ട് കടക്കുമ്പോൾ ഇവർക്ക് ജോലി കാണും, പക്ഷെ നമ്മൾ ഫാമിലി തുടങ്ങിയൊക്കെ കഴിയുമ്പോഴായിരിക്കും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാളുടെ ജോലി പോകുന്നത്. അതൊക്കെ മറ്റേ അഫക്ട് ചെയ്യാറുണ്ട്. പിന്നെ മേജർ ലൈഫ് ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം ഒരാൾ അബ്രോഡ് പോവുക, അല്ലെങ്കിൽ ഇപ്പം ആ ഫാമിലിയിൽ ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും വലിയ അസുഖം വരിക. ഇപ്പം നമുക്ക് എല്ലാവരും ഒരേ മെന്റാലിറ്റി ഉള്ള ആൾക്കാരല്ല. നമ്മുടെ പാർട്ട്ണർക്ക് ഇപ്പം ഇങ്ങനെ സ്ട്രോക്ക് അങ്ങനത്തെ എന്തെങ്കിലും ക്രോണിക് ഡിസീസ് ഒക്കെ വരുവാണെന്ന് വെച്ചോ, അപ്പം എല്ലാവരും ഒരേപോലെ നോക്കണം എന്നില്ല. അപ്പൊ അത് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകും, കൗൺസിലിങ്ങിന് വരാൻ കാരണമാകും. അപ്പൊ ഇതൊക്കെയാണ് കപ്പിൾ കൗൺസിലിംഗ് സീക്ക് ചെയ്യുന്നതിന്റെ കാരണങ്ങൾ. അപ്പൊ മെയിൻ ആയിട്ട് എല്ലാവരും ഓർത്തിരിക്കേണ്ടത് കമ്മ്യൂണിക്കേഷന്റെ കുറവ്, പിന്നെ
സെക്ഷൽ പ്രശ്നങ്ങൾ, അതായത് രണ്ട് ഇൻഡിവിജ്വൽസ് ആയിരിക്കുമല്ലോ, അപ്പം സോ രണ്ടുപേരുടെയും സെക്ഷൽ ഇൻട്രസ്റ്റ് ഒക്കെ വേറെ ആയിരിക്കും. സോ അത് തമ്മിൽ ചേർന്ന് പോകുന്നില്ല. അതാണ് നമ്മൾ കല്യാണത്തിന് മുമ്പ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മളുമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ കമ്പാറ്റബിൾ അല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്ന് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലൊക്കെ സ്ത്രീകൾ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, രണ്ടുപേരും ഈക്വലി ഡിവൈഡ് ചെയ്താണ് ജോലിയൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനെ അതിന്റെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ഒരാൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് ഒരു കപ്പിളിന്റെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി മാരേജിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇമോഷണൽ, എക്കണോമിക്, റീക്രിയേഷണൽ, സോഷ്യൽ, ജോഗ്രഫിക്കൽ, സെക്ഷൽ, ലീഗൽ, റിലീജിയസ്, ഇതൊക്കെയാണ് ആ ടേംസ് എന്ന് പറയുന്നത്. നമുക്കറിയാം മാരേജ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം മാത്രമല്ല, ഫാമിലീസ് ഇൻവോൾവ് ആകുന്നുണ്ട്, ഫിനാൻസസ് ഇൻവോൾവ് ആകുന്നുണ്ട്, നമ്മുടെ ഇമോഷൻസ് ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പം ഇമോഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പാർട്ട്ണർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇമോഷണലി വന്നു കഴിഞ്ഞാൽ നമ്മളെയാണ് അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ളത് നമ്മൾ വിചാരിക്കുക. സോ നമ്മൾ വേണം അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ, സപ്പോർട്ട് കൊടുക്കാൻ, എൻകറേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് നമ്മളാണ്. പിന്നെ ജോഗ്രഫിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരേജ് ചെയ്യുന്ന വഴി നമ്മൾ നമ്മുടെ എന്താണ് കംപ്ലീറ്റ്ലി താമസിച്ച സ്ഥലം വരെ മാറേണ്ടി വരും. സോ നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ആവും. മേ ബി ഒരാള് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ജോലിയുടെ സ്ഥലം അനുസരിച്ച് രണ്ടുപേരുടെയും ജോലിയുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ ഒരു സ്ഥലം ചൂസ് ചെയ്യേണ്ടി വരും. സോ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ എക്കണോമിക് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ഇൻവോൾവ് ആവുന്നുണ്ട്, പൈസ ഇൻവോൾവ് ആവുന്നുണ്ട്. രണ്ടുപേരുടെയും ജോലി, രണ്ടുപേരും പുതിയ വീട് എടുക്കുക, അപ്പോഴത്തേനും അവിടെ വരുന്ന എക്സ്പെൻസുകൾ, അതൊക്കെയാണ് എക്കണോമിക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. പിന്നെ സെക്ഷൽ ഫംഗ്ഷൻ, അതായത് റീപ്രൊഡക്ഷൻ, അതായത് മാരേജിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ ആണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സെക്ഷൽ ഇൻട്രസ്റ്റുകൾ, അതൊക്കെ ഈ മാരേജിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ റീക്രിയേഷണൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു കുടുംബം നമ്മൾ കല്യാണം കഴിക്കുന്നതിന് റീപ്രൊഡക്ഷൻ അങ്ങനെ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമല്ല, നമുക്ക് കുടുംബത്തിന് ക്വാളിറ്റി ടൈം വേണം സ്പെൻഡ് ചെയ്യാൻ, കുട്ടികളുമായിട്ട് അല്ലെ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് എല്ലാവരും യാത്ര പോകണം, നല്ല ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഫംഗ്ഷൻസ്, ഫാമിലി ഫംഗ്ഷൻസിന് പോകണം, അങ്ങനെ സന്തോഷിക്കുന്ന കുറെ നിമിഷങ്ങൾ വേണം. അതാണ് റീക്രിയേഷണൽ എന്ന് പറഞ്ഞ പർപ്പസ്. പിന്നെ ലീഗൽ എന്ന് പറയുമ്പോൾ മാരേജ് ഒരു ലീഗൽ ഡോക്യുമെന്റും കൂടെയാണ്. അതായത് ലീഗലി നമ്മൾ ഇൻവോൾവ് ആവുന്നുണ്ട്, ലീഗലി നമ്മൾ പേപ്പേഴ്സ് സൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലീഗലിൽ പിന്നീട് ഭാവിയിൽ ഇൻവോൾവ് ആവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ വീടിന്റെ സ്ഥലം, ആധാരം, അങ്ങനത്തെ കാര്യങ്ങൾ, ആർക്ക് വേണം വീട്, അങ്ങനത്തെ സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആവുന്നുണ്ട്. പിന്നെ സോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മള് സോഷ്യൽ ആസ്പെക്ട്സ്, അതായത് നമ്മൾ ഫാമിലി ആയിട്ടുള്ള നമ്മുടെ ഡൈനാമിക്സ്, നമ്മുടെ പേരൻസുമായിട്ടുള്ള നമ്മുടെ ഡൈനാമിക്സ്, നമ്മുടെ എന്താണ് ഹസ്ബൻഡിന്റെ വീട്ടുകാര്, വൈഫിന്റെ വീട്ടുകാര്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ സോഷ്യൽ എന്ന് പറഞ്ഞ ആസ്പെക്റ്റിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. പിന്നെ റിലീജിയസ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാ മതവിശ്വാസത്തിനും മാരേജിനും ഓരോ അർത്ഥമുണ്ട്. ഒരു സേക്രഡ് എന്താണ് ഒരു അറേഞ്ച്മെന്റ് ആണെന്ന് പറയാം മാരേജ് എന്ന് പറയുന്നത്. അപ്പം അത് ഓരോ റിലീജിയന്റെ കീഴിൽ ഓരോ കാര്യങ്ങളാണ് മാരേജിനുള്ളത്, അർത്ഥങ്ങൾ. സോ അങ്ങനെയാണ് റിലീജിയൻ ഇൻവോൾവ് ആവുന്നത് മാരേജിൽ. സോ ഇതൊക്കെയാണ് മാരേജിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മനപ്പൊരുത്തമാണ് മാരേജിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവർ എത്രത്തോളം കമ്പാറ്റബിൾ ആണെന്നാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ബാക്കിയെല്ലാം എന്ന് പറയുന്നത് ഒരു സൈഡ് ഫംഗ്ഷൻ മാത്രമാണ്. മെയിൻ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു, എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, എത്രത്തോളം കമ്പാറ്റബിൾ ആണ്, ഇതൊക്കെയാണ് മാരേജിന്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് കപ്പിൾ കൗൺസിലിങ്ങിലുള്ള അപ്രോച്ചസ് നോക്കാം. അതൊരു 5 അപ്രോച്ച് ആണുള്ളത്. സോ നമുക്ക് അതിന്റെ പേരൊക്കെ നോക്കി വെക്കാം. നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള പേരൊക്കെയാണ്. സോ നമ്മൾ 1, 2, 3 പ്രാവശ്യം വായിക്കണം. സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, സോഷ്യൽ ലേണിംഗ് അപ്രോച്ച്, ഗോവൻ ഫാമിലി സിസ്റ്റംസ് അപ്രോച്ച്, സ്ട്രക്ചറൽ സ്ട്രാറ്റജിക് അപ്രോച്ച്, റാഷണൽ ഇമോട്ടീവ് അപ്രോച്ച്. സോ ഈ പേരൊക്കെ നമ്മൾ കുറച്ച് പ്രാവശ്യം കൂടുതൽ വായിച്ചാലേ നമ്മുടെ മൈൻഡിൽ ഓർത്തിരിക്കുള്ളൂ. സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്താണെന്ന് നോക്കാം. Focuses on object relations, attachment formed in early childhood. Counselor helps provide emotional insight and restructures internally based perception. അതായത് ഇപ്പം രണ്ട് കപ്പിൾ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരുവാണെങ്കിൽ അവരുടെ ഏർലി ചൈൽഡ്ഹുഡ് സമയത്ത് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ അനലൈസ് ചെയ്യുന്നതാണ് ഈ സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ചൈൽഡ്ഹുഡിൽ കുറെ ട്രോമാസ് ഒക്കെ ഉണ്ടായി കാണാം. നമുക്കൊരു കാര്യം അറിയാമെങ്കിൽ നമ്മൾ ചൈൽഡ്ഹുഡിൽ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മൾ അഡൽട്ട് ആകുമ്പോഴും പ്രൊജക്ട് ചെയ്ത് വരുന്നത്. നമ്മൾ ചൈൽഡ്ഹുഡിൽ നമുക്കൊരു നല്ല കുട്ടിക്കാലം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് അഡൽട്ട് എന്നുള്ള നിലയിൽ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. സോ ഈ കൗൺസിലർ എന്ന് പറയുന്നത് നമ്മൾ ചൈൽഡ്ഹുഡിൽ നടന്ന എക്സ്പീരിയൻസുകളൊക്കെ അനലൈസ് ചെയ്യും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ചൈൽഡ്ഹുഡിൽ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ചൈൽഡ്ഹുഡിൽ ഇപ്പം ഈ പാർട്ണറിൽ ഒരാളുടെ വീട്ടിൽ ഭയങ്കര പേരൻസ് തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നെങ്കിൽ അത് കണ്ടാണ് ആ കുട്ടി വളരുന്നത്. സോ അത് തന്നെ ആ കുട്ടിയുടെ പാർട്ണറിലേക്ക് പ്രൊജക്ട് ചെയ്യും.
ഓക്കെ കുട്ടി ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ, വീട്ടില് പേരൻസ് തമ്മിൽ സ്നേഹിക്കുന്ന കണ്ടിട്ടില്ല, പേരൻസ് തമ്മിൽ തർക്കിക്കുന്നതായിരിക്കും കണ്ടത്. സോ ആ കുട്ടി അത് തന്നെ അതിന്റെ പാർട്ട്ണർക്കും കൊടുക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് ഈ സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. കൗൺസിലർ അവർക്ക് കുറച്ച് ഇമോഷണൽ ഇൻസൈറ്റ് കൊടുക്കും, കാഴ്ചപ്പാടുകൾ കൊടുക്കും, പിന്നെ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പെർസെപ്ഷനുകളൊക്കെ മാറ്റും, റീസ്ട്രക്ചർ ചെയ്യും. അതായത് ഇങ്ങനെയല്ല കാര്യങ്ങള്, ഓക്കെ അവരുടെ പേരൻസ് തമ്മിൽ തർക്കമായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല, അവര് രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്, ഇവർ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്, സോ അതേ സെയിം സംഭവം ഇവരുടെ റിലേഷൻഷിപ്പിലും കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പെർസെപ്ഷൻസിനെയൊക്കെ മാറ്റുന്നതാണ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോഷ്യൽ ലേണിംഗ് അപ്രോച്ച് ഫോക്കസസ് ഓൺ സ്കിൽ ബിൽഡിംഗ് ഇൻ ദ പ്രസന്റ്. ബിഹേവിയർ ഈസ് ലേൺ ത്രൂ ഒബ്സർവിംഗ്, യൂസസ് സെൽഫ് റിപ്പോർട്ട്സ്, ഒബ്സർവേഷൻസ്, കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്, കോൺട്രാക്ടിങ്, ഹോംവർക്ക്. അതായത് ഇപ്പൊ പ്രസന്റ് നടക്കുന്ന കാര്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് പ്രസന്റ് നമുക്കിപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാതെ ഇപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കിൽ എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും, അതായത് നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള സ്കില്ലിന്റെ കാര്യമാണ്. ബിഹേവിയർ ഈസ് ലേൺ ത്രൂ ഒബ്സർവിങ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ മോശം ബിഹേവിയേഴ്സ് ആണ് നമുക്കുള്ളത് എന്നൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, എന്നിട്ട് അത് മാറ്റാനായിട്ട് കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യും. ഈ ടെക്നിക്സ് ഒക്കെ ഓർത്ത് വെക്കണം. സെൽഫ് റിപ്പോർട്ട്, ഓക്കെ നമ്മൾ തന്നെ നമ്മളെ സെൽഫായിട്ട് അനലൈസ് ചെയ്ത് സെൽഫ് അവയർനെസ്, നമ്മൾ തന്നെ ഓക്കെ ഇന്നത് എന്റെ നെഗറ്റീവ്സ് ആണ് പോസിറ്റീവ്സ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമുക്ക് തന്നെ സെൽഫ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. പിന്നെ ഒബ്സർവേഷൻ, രണ്ട് കപ്പിളും ഓക്കെ അവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നു, ഓക്കെ നമ്മൾ ഇത് മാറ്റണം എന്നൊക്കെയുള്ള രീതി നമ്മൾ ചിന്തിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ നമ്മൾ ഒഫൻഡഡ് ആകാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് ഒരാൾ ഒന്ന് സംസാരിക്കുമ്പോൾ കയറി സംസാരിക്കാതെയും അവരെ ലിസൺ ചെയ്യും. ഒരു നല്ല ലിസണർ ആകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. സോ ഒരാൾ സംസാരിക്കുമ്പോൾ അത് ഫുൾ ലിസൺ ചെയ്തിട്ട് നമ്മുടെ ഒപ്പീനിയൻ പറയാനും. പിന്നെ കോൺട്രാക്ടിങ്, ഹോംവർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ വീട്ടിൽ ചെന്നിട്ട്, അതായത് കപ്പിളിന് ഓക്കെ നമ്മൾ ഇന്ന കാര്യങ്ങൾ നമ്മുടെ റിലേഷനിൽ മാറ്റണം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. സോ ഈ ടേംസ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് രണ്ടാമത്തെ അപ്രോച്ച്, സോഷ്യൽ ലേണിംഗ് അപ്രോച്ച്. അതായത് കൂടുതലും ഒബ്സർവിങ്ങിലൂടെ ബിഹേവിയർ നമ്മൾ കണ്ടുപിടിക്കുന്നു. ബിഹേവിയർ ഈസ് ലേൺ ത്രൂ ഒബ്സർവിങ്. പിന്നെ ഇതിൽ ഇൻവോൾവ് ആവുന്ന കാര്യമാണ് നമ്മൾ ചുറ്റുമുള്ള കപ്പിളിനെ ഒക്കെ ഒബ്സർവ് ചെയ്യാൻ, നല്ലപോലെ ജീവിക്കുന്ന കപ്പിളിനെ ഒബ്സർവ് ചെയ്യാനൊക്കെ കൗൺസിലർ പറയും. ഓക്കെ അവര് എന്തൊക്കെ ചെയ്തിട്ടാണ്, എന്തൊക്കെ ടിപ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യുക. നെക്സ്റ്റ് ബോവൻ ഫാമിലി systems approach focuses on interactive influences, friction caused by fusion or unhealthy self concept, techniques, genogram, cognitive evaluation. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സെൽഫ് കൺസെപ്റ്റ് ഉണ്ട്, അത് മാറ്റിയെടുക്കുകയാണ്. അതുപോലെ ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് ജീനോഗ്രാം, കോഗ്നിറ്റീവ് ഇവാലുവേഷൻ. ജീനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു പാർട്ട്ണറുടെ 3 തലമുറ, അതായത് നമ്മുടെ ഒരു 3 ജനറേഷൻസ് വരെയുള്ള ഫാമിലി ട്രീ വരച്ചിട്ട് അതിലുള്ള ആളുകളുടെ സ്വഭാവത്തെയൊക്കെ കൗൺസിലർ അനലൈസ് ചെയ്യുവാണ്. ഇങ്ങനെ ഒരു ഹെറിഡിറ്ററി കാര്യം ഉണ്ടല്ലോ, അതായത് നമ്മൾ പറയും ഓക്കെ അതായത് നമ്മുടെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, സോ ആ സ്വഭാവം ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛൻ ഇങ്ങനെയായിരുന്നു, സോ ആ സ്വഭാവം ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ്. സോ അങ്ങനത്തെ കാര്യങ്ങളെ കൗൺസിലർ അനലൈസ് ചെയ്തിട്ട് ഓക്കെ നമുക്ക് ഈ സ്വഭാവം വന്നിരിക്കുന്ന ഏത് തലമുറയിൽ നിന്നാണെന്നൊക്കെ നോക്കി അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അൺഹെൽത്തി ആയിട്ട് ഓക്കെ ഞാൻ ഇങ്ങനെയാണെന്ന് നമുക്കൊരു സെൽഫ് കൺസെപ്റ്റ് ചെയ്യണം, അത് മാറ്റിയെടുക്കുക. പിന്നെ കോഗ്നിറ്റീവ് ഇവാലുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുക. അതിനെയാണ് ഈ ഭവൻ ഫാമിലി സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഭവൻ എന്ന് പറഞ്ഞ പേര് വന്നത് അത് എന്താണ് ഇൻവോൾവ്, അതായത് അത് കണ്ടുപിടിച്ച പുള്ളി, ഈ അപ്രോച്ച് കൊണ്ടുവന്ന പുള്ളി ഈ ഭവനാണ്. അതുകൊണ്ടാണ് ഇതിന് ഭവൻ ഫാമിലി സിസ്റ്റംസ് അപ്രോച്ച് എന്ന് വന്നത്.